സ്കൂൾ വന്നിട്ട് 2 ദിവസം പോലും ആയില്ല. ആശാൻ പനിയും പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്കിലത് കൂടാൻ നിൽക്കേണ്ട, നേരത്തെ തന്നെ പോയി ഡോക്ടറെ കണ്ടേക്കാമെന്ന് ഓർത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവനെ സ്ഥിരമായിട്ട് കാണിക്കുന്നത്. ഇവിടെ ആകുമ്പോഴത്തേന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക്കും അവർ തരാറുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കണം, ക്യൂ നിൽക്കണം എന്നൊക്കെ ഓർത്താണ് പോയത്. പക്ഷേ ചെന്നപ്പോഴത്തേന് ആൾക്കാരും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടിട്ട് പോരാൻ പറ്റി കേട്ടോ. 2 ദിവസത്തേക്കിനുള്ള മരുന്ന് ഡോക്ടർ തന്നു വിട്ടു. ഉച്ചയായപ്പോഴേക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊക്കെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ദൂരെ കാണുന്ന മലകളില്ലേ, അത് ഗ്യാപ്പ് റോഡാണ്. ഗ്യാപ്പ് റോഡിൽ നിറച്ച് മേഘങ്ങൾ നിൽക്കുന്നുണ്ടോ. ഈ സമയത്ത് നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ ആ മേഘങ്ങൾക്കുള്ളിലായിരിക്കും. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അത് ഹോസ്പിറ്റലിൽ പോക്കാണെങ്കിൽ നമുക്കൊന്ന് ബേക്കറി കയറി ചായയും പപ്സും ഒക്കെ കഴിക്കണം, അത് നിർബന്ധമാണ്. ഞങ്ങൾ ഒരു ചായയും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് കൊച്ചിനെ നേരെ വീട്ടിലേക്ക്, ഞാൻ നേരെ ട്യൂഷൻ സെൻറ്ററിലേക്കും പോന്നു. ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നപ്പോൾ ഞാൻ സ്വെറ്റർ എടുക്കാൻ മറന്നുപോയി. നല്ല തണുപ്പായിരുന്നു, പിള്ളേരൊക്കെ തണുത്ത് വിറച്ചായിരിക്കുന്നത്. എനിക്ക് റെയിൻ കോട്ടും സ്വെറ്ററും കൂടെ ഒന്നിച്ചെടുക്കാനുള്ള മടി കൊണ്ടാണ് സ്വെറ്റർ ഉപേക്ഷിച്ചത്. പക്ഷേ അതൊരു അബദ്ധമായിപ്പോയി. നാളെ തൊട്ട് എന്താണെങ്കിലും സ്വെറ്റർ എടുക്കണം, അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഓർത്തത് ഇനി അടുത്ത അത്താഴത്തിന് എന്ത് വെക്കുമെന്നാണ്. രാവിലെ കുറച്ച് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വീട്ടിൽ ചെന്നിട്ട് വെട്ടി കറി വെക്കണം. ഒരു തേങ്ങ അരച്ചിട്ടുള്ള പെട്ടെന്ന് വെക്കാവുന്ന ഒരു മീൻ കറി, അതാട്ടോ വെച്ചേക്കുന്നത്. തിരിയാൻ എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. അങ്ങനെ ഒരു വേഗം പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മീൻ കറി ഞാൻ വെച്ചു. അപ്പോഴത്തേക്കും തറവാട്ടിൽ നിന്ന് കുറച്ച് സുന്ദരിപ്പൂവിൻ്റെ പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പഴത്തിന് വിരൽ പഴം എന്നും പേരുണ്ട്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു പഴം കേട്ടോ. പിന്നെ കുറച്ച് കപ്പ പുഴുങ്ങി ആ കപ്പയും മീൻകറിയും കൂട്ടി അത്താഴം കഴിച്ചു കേട്ടോ. ഇന്നത്തെ അത്താഴത്തിന് കപ്പയും മീൻകറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി കൊച്ചിനെ പഠിപ്പിക്കുന്ന വിഷയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പണിയെല്ലാം തീർന്നു. അപ്പം ബൈ ബൈ.